എല്ലാവർക്കും നമസ്കാരം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഡിജിറ്റൽ സാക്ഷരത എന്ന പദ്ധതി 2020 ഫെബ്രുവരിയിൽ സംസ്ഥാന തലത്തിൽ നമ്മൾ ആരംഭിച്ചതാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കൊറോണ വൈറസ് ബാധ മൂലം ഉണ്ടായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ തുടർ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് നമുക്കതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് ഒരു അവയർനെസ്, അതായത് ഒരു ഗൂഗിൾ ഫോം എന്നൊരു സംവിധാനം നമ്മളുടെ ഫോട്ടോ ട്രാക്സിന് വേണ്ടിയും അതുപോലെ തന്നെ 70 വയസ്സ് തികഞ്ഞ സീനിയർ അംഗങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുമൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ പോലെ, അതല്ലെങ്കിൽ സർക്കുലർ, അതുപോലെ തന്നെ ലെറ്റർ പാഡിലൂടെ നമ്മൾക്ക് എല്ലാ ഘടകത്തിൻ്റെയും, അതായത് യൂണിറ്റ്, മേഖല, ജില്ല, സംസ്ഥാന ഘടകങ്ങളൊക്കെ അവരവരുടെ ലെറ്റർ പാഡിൽ ഒരു DTP സെൻറ്ററിൻ്റെ സഹായമില്ലാതെ റിപ്പോർട്ടും അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമാണ് ഗൂഗിൾ ഫോം. സംഘടനാപരമായിട്ട് മാത്രമല്ല, തീർച്ചയായിട്ടും നമ്മൾക്ക് സ്വന്തം സ്ഥാപനത്തിൻ്റെ രീതിയിൽ തന്നെ ഒരു കൊട്ടേഷനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ലെറ്റർ കൊടുക്കുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ആണ് ഗൂഗിൾ ഫോം. അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 4 വർഷത്തോളമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കണ്ണൂർ ജില്ലാ ട്രഷററായിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ണി പൂവോട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ജില്ലയിലെ അക്കൗണ്ടൊക്കെ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാവരിലും എത്തിക്കുന്നതിനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗൂഗിൾ ഫോമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തരുന്ന ആ അവയർനെസ്, അറിവ് നമ്മൾ എല്ലാവരും പകർന്നെടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ, ഒരാളും മാറി നിൽക്കാതെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മേഖല സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊണ്ട് തന്നെ മേഖലാ സമ്മേളനത്തിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഈ ഒരു സംവിധാനത്തിൽ, കാരണം നമ്മൾ വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത ലെറ്റർ നമുക്ക് ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. തികച്ചും ഇത് നമുക്ക് എല്ലാവർക്കും ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ഡിജിറ്റൽ സാക്ഷരതയുടെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഓൺലൈനായി എങ്ങനെ ഒരു ലെറ്റർ പാഡ് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലേക്കൂടെ അവതരിപ്പിക്കുന്നത്. തികച്ചും സൗജന്യമായി നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ലെറ്റർ പാഡ് തയ്യാറാക്കുന്നത് എന്ന് വീഡിയോ കാണാം. ആദ്യമായി ചെയ്യേണ്ടത് ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇമെയിൽ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ഗൂഗിൾ ഡ്രൈവ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾക്ക് ആദ്യമായി വേണ്ടത് ഗൂഗിൾ ഫോമാണ്. ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിൽ ഗൂഗിൾ ഫോം സെലക്ട് ചെയ്യുക. ഗൂഗിൾ ഫോമിന് ആവശ്യമായ പേര് നൽകുക. ഇവിടെ ലെറ്റർ പാഡ് എന്നാണ് പേര് നൽകുന്നത്. ഇതിനാദ്യമായി നൽകേണ്ടത് ഇമെയിൽ ഐഡിയുടെ ഒരു പേജാണ്. അത് സെറ്റിംഗ്സിൽ കളക്ഷൻ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് ടിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇനി ഡേറ്റാണ്. ആഡ് ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്ത് അവിടെ ഡേറ്റ് പേജ് ക്രിയേറ്റ് ചെയ്യുക. തുടർന്ന് ആവശ്യമായ പേജുകൾ ക്രിയേറ്റ് ചെയ്യുക. പേജുകൾ നിർബന്ധമായും എൻ്റർ ചെയ്യണമെങ്കിൽ റിക്വയർഡ് ഓൺ ചെയ്യണം. അടുത്തത് ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഷീറ്റാണ്. ഗൂഗിൾ ഫോമിൽ റെസ്പോൺസ് പേജിൽ ഫ്രഷ് ഷീറ്റ് ഓപ്പൺ ചെയ്ത് പേര് നൽകി ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഗൂഗിൾ ഫോമിൽ നൽകിയിട്ടുള്ള പേരുകൾ എല്ലാം തന്നെ ഫ്രഷ് ഷീറ്റിൽ അതിൻ്റെ ഹെഡിങ്ങായി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ നൽകിയിട്ടുള്ള ഫോൾഡറിൽ ഫ്രഷ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഇനി നമുക്ക് വേണ്ടത് ലെറ്റർ പാഡിൻ്റെ പ്രധാന ഭാഗമാണ്. അതിനുവേണ്ടി ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഡോക്സ് ഉപയോഗിക്കാം. ലെറ്റർ പാഡിൻ്റെ ഹെഡിങ് നേരത്തെ തന്നെ ഫോട്ടോഷോപ്പിൽ തയ്യാറാക്കി വെക്കേണ്ടതാണ്. അതിനുശേഷം ഗൂഗിൾ ഡോക്സിലേക്ക് ഇൻസേർട്ട് ചെയ്യുക.
ലെറ്റർ പാഡിൻ്റെ പേജ് ചെയ്യുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് ടേബിൾ ഉപയോഗിക്കാം. ഗൂഗിൾ ഷീറ്റിൻ്റെ ഓരോ ഹെഡിങ്ങും കോപ്പി ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുള്ള ചിഹ്നത്തോടു കൂടി ഗൂഗിൾ ഡോക്സിൽ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ബ്ലാക്ക് അണ്ടർലൈൻ ഒഴിവാക്കുക. അടുത്തത് ഫ്രഷ് ഷീറ്റിൽ ആഡ് ഓൺ ഓപ്പൺ ചെയ്ത് ഡോക്യുമെൻ്റ് സ്റ്റുഡിയോ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ആഡ് ഓണിൽ ഡോക്യുമെൻ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഡോക്യുമെൻ്റ് മർജ് എനേബിൾ ചെയ്യുക. ഗൂഗിൾ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ നേരത്തെ ഗൂഗിൾ ഡോസിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റകൾ ഏത് ഫയൽ നെയിമിലാണ് സേവ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. നമ്മൾ ചെയ്യുന്ന ഡാറ്റകൾ ഡേറ്റ് ഫയൽ നെയിമായിട്ടാണ് ഇവിടെ സേവ് ആകുന്നത്. ഡേറ്റാണ് ഇവിടെ ഫയൽ നെയിമായിട്ട് കൊടുക്കുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന PDF ഫയലുകൾ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്ലോഡ് ടു ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് റീപ്ലേസ് സെലക്ട് ചെയ്യുക. നേരത്തെ നമ്മൾ ഫോൾഡർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് PDF ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടി. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഫിനിഷ് ആൻഡ് മർജ് സെലക്ട് ചെയ്യുക. മർജ് ഓൺ ഫോം സബ്മിറ്റ് ടിക്ക് ചെയ്ത് സേവ് ചെയ്യുക. അടുത്തത് മെയിൽ മർജ് വിത്ത് Gmail ഓപ്പൺ ചെയ്ത് സെൻഡ് ഇമെയിൽ ടൂവിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെൻ്റ് സ്റ്റുഡിയോ മാറ്റി നമ്മുടെ ഫയൽ നെയിം നൽകുക. ഇമെയിൽ ID വരുന്ന ഫയൽ നെയിം എന്താണോ നൽകേണ്ടത് അതവിടെ നൽകി സേവ് ചെയ്യുക. ഇനി ലെറ്റർ പാഡ് തയ്യാറാക്കുകയാണ്. ഗൂഗിൾ ഫോമിൽ വ്യൂ ഓപ്പൺ ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റകളും അതിൽ എൻ്റർ ചെയ്ത് സബ്മിറ്റ് അടിക്കുക. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ഇമെയിലിലേക്ക് ഇതിൻ്റെ PDF ഫയൽ വന്നിട്ടുണ്ടാവും. അത് നോക്കാം. ഫയൽ നെയിം ഡേറ്റ് കൊടുത്തതുകൊണ്ടാണ് ആ ഡേറ്റിൻ്റെ പേരിൽ തന്നെ PDF മെയിലിലേക്ക് വന്നിട്ടുള്ളത്. ആ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ നൽകിയിട്ടുള്ള ഡാറ്റകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു PDF ഫയൽ സേവ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് സെൻഡ് ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. വീഡിയോ കണ്ടതിന് ശേഷം താങ്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അറിയിക്കുമല്ലോ. സ്നേഹപൂർവ്വം ഉണ്ണി കൂവോട്, AKPA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്.